എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അരി കൊണ്ടുള്ള നല്ലൊരു നെയ്പായസമാണ്. ഇതിന് ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ചധികം നെയ്യ് വേണം. പിന്നെ അരി ഞാൻ 2 കപ്പ് നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. കാഷ്നട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യമൊന്നുമില്ല, ഞാനിതിലൊരു എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ശർക്കര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 1/2 കിലോയോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കപ്പിൽ 250 ml കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ അരി ആദ്യം നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് പോകാനായിട്ട് എടുത്തു വെക്കണം. 2 കപ്പ് അരി ഞാൻ മട്ട റൈസാണ്, അധികം വേവില്ലാത്ത അരിയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ശർക്കര നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഉരുക്കി പാനിയാക്കി എടുക്കണം. കറുത്ത ശർക്കര തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശർക്കര അടിക്ക് പിടിക്കും. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇപ്പം നല്ലപോലെ നമ്മുടെ ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കുറുകലിൽ വേണം നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പാനിയാക്കി എടുക്കരുത്, ഇത്തിരി ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഒരു പാനിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് ആദ്യമേ തന്നെ അങ്ങ് ചെയ്ത് വെക്കുക കേട്ടോ. കാഷ്നട്ട് ഞാൻ ആദ്യം ഇട്ടു. നെയ്യിലാണ് ഇതെല്ലാം വറുത്തെടുക്കേണ്ടത്. നമ്മളിതിന് മുഴുവൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്, എണ്ണ ഉപയോഗിക്കില്ല. കാഷ്നട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ കിസ്മിസും കൂടി ഇട്ട് ഞാനിതെല്ലാം വറുത്ത് കോരി. ഇനി അതേ നെയ്യിലോട്ട് തന്നെ അതേ പാനിൽ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ ആ തേങ്ങാക്കൊത്ത് മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി നോക്കണം തേങ്ങാക്കൊത്ത്. എന്നിട്ട് പാകത്തിന് നെയ്യ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പാനിൽ തന്നെ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. ഉരുളിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു സ്റ്റീലിൻ്റെ ഉരുളി എടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി അതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അരി നല്ല പോലെ ഈ നെയ്യിലൊന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നെയ്യും അരിയും കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി ആ വെള്ളം എല്ലാം ഒന്ന് തോർന്ന് കിട്ടണം. അരി ഒരിക്കലും വറന്നു പോകുന്ന പരുവത്തിനിട്ട് ഇളക്കി വറുത്തെടുക്കരുത്. ആ വെള്ളം ഒന്ന് മാറി അരി ഒന്ന് നെയ്യിലൊന്ന് മിക്സ് ആകുമ്പം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അരിയും നെയ്യും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അധിക സമയം ഇട്ടൊന്നും വറുത്തെടുക്കരുത്, പിന്നെ അരി വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും. നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ അരിയുടെ വേവ് എന്തോരമാണെന്ന്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ അരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് തിളപ്പിച്ചെടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം അരി ഒരു പകുതി വേവായിട്ടുണ്ട്. ബാക്കി വെള്ളവും കൂടിയെല്ലാം വറ്റാനുമുണ്ട്, കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് വേവ് നോക്കുക അരിയുടെ. അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് പാകത്തിന്, അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരി ഇവിടെ പാകത്തിന് വെന്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അധികം അങ്ങ് വറ്റിച്ച് അടി പിടിപ്പിക്കരുത്. നല്ലപോലെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ അരി ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരും. നമുക്ക് ഈ അരി കുക്കറിൽ വേണമെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാം, പക്ഷെ കുക്കറിൽ വെന്ത് പോകാതെ വേവിച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനൊരു 1/4 വേവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അരിപ്പായസത്തിന് വേണ്ട നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാനിത് ഉരുളിയിൽ തന്നെ വേവിച്ചത്. ശർക്കരപ്പാനി ചേർത്തപ്പോൾ അതൊന്ന് ലൂസായി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കണ്ടോ, ഇപ്പോൾ വീണ്ടും ഒന്ന് ലൂസായിട്ടുണ്ട്. ഇനി അത് തിളപ്പിച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താണ് ഇതിങ്ങനെ വറ്റിച്ചെടുക്കുന്നത്. ഈ ശർക്കര പാനി ആ അരിയുമായിട്ട് മിക്സായി നല്ലപോലെ വറ്റി വരണം.
നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ പായസം വേണ്ടത് അതാകുന്നിടം വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനത്തെ ഒരു പായസമാണ് നമുക്ക് അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മളൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടാനാണ് ഞാൻ പറഞ്ഞ അരി അധികം വേകരുത്, ഒരു 1/4 വേവേ അരിക്ക് പാടുള്ളൂ. അതിലോട്ട് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ശർക്കരപ്പാനിയിൽ ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി തിക്കാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പിന്നെയും വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആക്കിയെടുക്കാം. നമ്മളിങ്ങനെ നല്ലപോലെ തിക്കാക്കി എടുക്കുമ്പോൾ, നെയ്യ് ഒഴിച്ച് തിക്കാക്കി എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി, അതായത് ആ ഒരു തിക്നെസ്സി വന്നു കഴിയുമ്പോൾ അതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. മുഴുവൻ തേങ്ങാക്കൊത്ത് ആ നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സായി കഴിയുമ്പം ഇതിലോട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്ത്, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താലും മതിയാകും. ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഒട്ടുരുളിയാണെങ്കിൽ ഇത്ര ഇളക്കേണ്ട ആവശ്യം വരത്തില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഞാൻ 1 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ആ കറക്റ്റ് അമ്പലത്തിലെ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് തുളസിയിലയും കുറച്ച് ചെത്തിപ്പൂവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാനത് എടുത്തത്. ഇതുപോലെ നമ്മൾ തവി കൊണ്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു മാറുന്നൊരു പരുവത്തിനത് ഓഫ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ മേളിലോട്ട് ഞാൻ ആ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തു. കിസ്മിസ് കാണാൻ പറ്റുന്നില്ല പായസത്തിൻ്റെ കളറ് കാരണം. ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു അരമണിക്കൂർ സമയം ഒന്ന് അടച്ചു വെച്ചു. എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് കളറും ആ ഒരു ഇതും വരത്തുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കി. കണ്ടോ, പായസം നല്ല ആ ഒരു ഇങ്ങനത്തെ പായസം അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ അരവണ പായസത്തിൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. കുറച്ചൊരു വ്യത്യാസം ആ ഒരു ഇലയുടെയും തുളസി ഇലയുടെയും ചെത്തിപ്പൂവിൻ്റെ ഒന്നും ആ ഒരു ടേസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഇനി അതേ ടേസ്റ്റ് തന്നെ കിട്ടാൻ നമുക്ക് കയ്യിൽ തുളസിയിലയും ചെത്തിപ്പൂ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല, അതുകൊണ്ടാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം റെഡി ആയിട്ടിരിക്കുന്നത്. ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതുകൊണ്ടാണ് ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയിരിക്കുന്നത്. നമ്മൾ അരവണ പായസം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, അമ്പലത്തിലെ പായസമൊക്കെ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുന്നത്. അധികം അങ്ങ് ലൂസല്ല, അങ്ങനെ ഒഴുകി പോകുന്നൊരു പരുവത്തിലല്ല നമുക്ക് ആ പായസം കിട്ടുന്നത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അരി അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. പറ്റുന്നവരത് പാനിലോ ഉരുളിയിലോ ഒക്കെ തന്നെ വേവിച്ചെടുക്കുക, കുക്കർ ഉപയോഗിക്കാതെ. എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്